ഹലോ നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് HSST സുവോളജിക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ്, ഏതൊക്കെ സോഴ്സ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്? ധാരാളം സോഴ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് വളരെ പ്രധാനമാണ്. കാരണം ഒത്തിരി നമുക്കറിയാം, ധാരാളം ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കേണ്ടത്? എവിടെ നമുക്ക് ഫുൾ കണ്ടൻസ് എടുക്കാൻ പറ്റും അല്ലെ? ഒത്തിരി പേര് കോച്ചിങ്ങിനൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കുന്ന അല്ലെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ സുവോളജി കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, എക്സെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ചും കറണ്ട് അഫേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ അല്ലെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ, ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ. സോ ഫസ്റ്റ് വൺ ഉറപ്പായിട്ടും ബാക്ക് ടു ബേസിക്സ് ആണ്. എന്താണ്? NCERT ആൻഡ് SCERT ആണ്. എന്തായാലും നിങ്ങൾ NCERT നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് പോർഷൻസ് ബേസിക്സ് ചോദിക്കും. അതുകൊണ്ട് തന്നെ NCERT +1 +2 ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തറവായിട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് നമ്മളൊരു ബേസ് ആണ്, ഒരു ഫൗണ്ടേഷൻ ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. NCERT വായിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, ഞാൻ ഏറ്റവും ഇൻഡെപ്ത് പോകേണ്ട, ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് മോളിക്കുലർ ബയോളജി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്സ്റ്റ് ഏറ്റവും സിമ്പിളായി, ഏറ്റവും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. ഈ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് വാട്സൺ, അതുപോലെ തന്നെ ട്രോപ്പ്. 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. നമ്മുടെ മോളിക്കുലർ ബയോളജി ഓഫ് ജീൻ വാട്സണും അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി ട്രോപ്പും 2 നല്ല ടെക്സ്റ്റ് ബുക്കുകളാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് നല്ല ഇൻഡെപ്ത് ആണ്. വെച്ചാൽ അമിനോ ആസിഡ് ലെവലിലേക്കൊക്കെ പോയിട്ട് അത്രയും ഇൻഡെപ്ത് ആയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പറഞ്ഞു പോയേക്കുന്നത്. അത്രയും ഇൻഡെപ്ത് നമ്മുടെ എക്സാമിന് ആവശ്യമില്ല. പക്ഷെ ഒരു നല്ല ഐഡിയ തരാൻ 2 ടെക്സ്റ്റ് ബുക്കുകളും നല്ലതാണ്. വാട്സൺ ആണ് നമ്മുടെ ഒരു ലെവലിന് പറ്റിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവല് വേണം. ആൻഡ് അതിനേക്കാളും ഇൻഡെപ്ത് പോയേക്കുന്ന ഒരു ബുക്കാണ് ട്രോപ്പിന്റെ ബുക്ക് കേട്ടോ. അടുത്തതാണ് സെൽ ബയോളജി. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരുന്ന രണ്ടാമത്തെ ഏരിയ ആണ് സെൽ ബയോളജി. സെൽ ബയോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോഡിഷും കാർപ്പും, വേറെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. ലോഡിഷും കാർപ്പും ഇനഫ്. ലോഡിഷ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലോഡിഷും കാർപ്പും 2 ടെക്സ്റ്റ് ബുക്കുകളും നല്ല ബുക്കുകളാണ്. ഈ 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത് കിട്ടും. ഫുള്ള് നോക്കാനുള്ള കണ്ടൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ലോഡിഷും കാർപ്പും ആണ്. ഇതിൽ മോളിക്കുലർ ബയോളജി ഉണ്ട്. പക്ഷെ മോളിക്കുലർ ബയോളജി ബെറ്റർ വാട്സൺ തന്നെയാണ്, അല്ലെങ്കിൽ ട്രോപ്പ് തന്നെയാണ്. കാരണം കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് കൺസെപ്റ്റും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ എളുപ്പം മോളിക്കുലർ ബയോളജിയുടെ ഡെഡിക്കേറ്റഡ് ടെക്സ്റ്റ് ആയിട്ടുള്ള വാട്സണോ ട്രോപ്പോ നോക്കുന്നതാണ്. ഇവിടെ ദിസ് ഇസ് സെൽ ബയോളജി ടെക്സ്റ്റ് ബുക്ക്. ലോഡിഷും അതുപോലെ തന്നെ കാർപ്പും 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. കുറേ പേര് തപ്പി നടക്കുന്ന ഒരു ഏരിയ ആണ് ഇൻസ്ട്രുമെന്റേഷൻ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആണ്. നിങ്ങൾ ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു ടേബിളാണ്. ഫസ്റ്റ് സിലബസ് എടുക്കുക. സിലബസിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അത് മാർക്ക് ചെയ്യുക. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ മൈക്രോസ്കോപ്പി, അല്ലെങ്കിൽ അത് വേണ്ട, മൈക്രോസ്കോപ്പി പോട്ടെ, NMR സിലബസിലുള്ളത് എടുത്താൽ മതിയേ. ഞാനിപ്പോൾ ചുമ്മാ എഴുതുക ഒരു NMR. അതിന്റെ പ്രിൻസിപ്പിൾ ആദ്യം എഴുതുക, പ്രിൻസിപ്പിൾ. ദെൻ അത് കഴിയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. ഇവിടുന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രിൻസിപ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആപ്ലിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതാണ് ഇൻസ്ട്രുമെന്റേഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും വിൽസൺ ആൻഡ് വാക്കറിൽ അവൈലബിൾ ആണ്. അതിനകത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഇച്ചിരി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് വിൽസൺ ആൻഡ് വാക്കർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓതർ ആയിട്ടുള്ള വീരകുമാരി ടെക്സ്റ്റ് ബുക്കും നല്ലതാണ്. അതും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ കുറച്ച് ഇൻഡെപ്ത് ആണ്. നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ നോക്കുക. ആ ടേബിളായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് പോയി സമയം കളയരുത്. നമുക്ക് ആവശ്യമുള്ളത് ഈ ടേബിളാണ്. ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ. ഇപ്പൊ വിൽസൺ ആൻഡ് വാക്കർ ആണ് ഇൻസ്ട്രുമെന്റേഷൻ. അടുത്ത ഒരു ഏരിയ ആണ് എക്കോളജി. എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സ്റ്റില്ലിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. പീറ്റർ സ്റ്റില്ലിങ്ങിന്റെ എക്കോളജി ടെക്സ്റ്റ് ബുക്ക്. സക്സഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബൈബിൾ ഓഫ് എക്കോളജി എന്ന് വിളിക്കാവുന്ന
നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ പീറ്റർ സ്റ്റില്ലിങ്ങിന്റെ. വേറെ ഉണ്ട് കേട്ടോ, ഓടമുണ്ട്, ചാപ്മാൻ ഉണ്ട്, അത് വേണമെന്നില്ല. ഇതാണൊരു നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സോഴ്സാണ് സ്റ്റില്ലിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് എക്കോളജിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അടുത്തതാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി വരുമ്പോൾ കുറച്ച് ടഫാണ് അല്ലെ, മെജോറിറ്റി ആളുകൾക്കും ടഫായിട്ടുള്ളൊരു പോർഷനാണ് ഇമ്മ്യൂണോളജി. അപ്പൊ ഇമ്മ്യൂണോളജി മനസ്സിലാക്കാൻ ഒരു ബൈബിൾ ഓഫ് ഇമ്മ്യൂണോളജീസ് ക്യൂബിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഇമ്മ്യൂണോളജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കാണ്. ഇമ്മ്യൂണോളജിയുടെ സർവ്വകാര്യങ്ങളും അടങ്ങിയ ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു ബുക്കാണ് ക്യൂബി ഇമ്മ്യൂണോളജി. നമ്മുടെ സിലബസിലുള്ള ഫുള്ള് കവർ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഗിൽബർട്ട് ആണ്, ഡെവലപ്മെന്റൽ ബയോളജി. നമുക്ക് ആകെ കൂടെ ഒരു ഇത്തിരി DBയെ പഠിക്കാനുള്ളൂ. അപ്പൊ ആ DBക്കകത്ത് വന്നേക്കുന്ന കാര്യം ക്ലീവേജ് അല്ലെങ്കിൽ ഗ്യാമറ്റോജെൻസിസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, എക്സ്പെരിമെന്റൽ എംബ്രിയോളജി എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയിരിക്കുന്ന നമ്മുടെ എംബ്രിയോളജി, ഡെവലപ്മെന്റൽ ബയോളജിക്ക് വേണ്ട ബുക്കാണ് ഗിൽബർട്ട്. ഇതിൽ ഒരു പ്രത്യേകത 11th എഡിഷൻ ഇസ് ഗുഡ്. 11th എഡിഷൻ ആണ് നല്ലത്. 11th 9th യൂസ് ചെയ്യാം, 11th ആണ് ബെറ്റർ. 11th എഡിഷനകത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള എഡിഷൻ 11th ആണ്. 9th യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ജെനറ്റിക്സ് ആണ്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, 2 നല്ല ബുക്കുകളാണ്. ബെഞ്ചമിനും സ്നെസ്റ്റാർഡും 2 ടെക്സ്റ്റ് ബുക്കുകൾ നല്ലതാണ്. ജെനറ്റിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് കൺസെപ്റ്റ് നമുക്ക് സെയിം പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ബെഞ്ചമിനോ സ്നെസ്റ്റാർഡോ 2 വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബെഞ്ചമിനാണ്. അതും സിമ്പിളൊക്കെ തന്നെയാണ്. കുറച്ചുകൂടെ ഒരു ടീച്ചിങ് സ്റ്റൈലിലാണ് ബെഞ്ചമിൻ കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കുന്നത്. സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം, 2ഉം യൂസ് ചെയ്യാം, ബെഞ്ചമിൻ ഓർ സ്നെസ്റ്റാർഡ് കേട്ടോ. 2 ബുക്കുകളും നല്ല ബുക്കുകളാണ് ഫോർ ജെനറ്റിക്സ്. അടുത്തതാണ് ഫിസിയോളജി. ഫിസിയോളജിക്ക് നിങ്ങൾക്ക് ഗൈറ്റൺ ആണ് ഏറ്റവും നല്ലത്. 2 സജഷനും കൂടെ ഞാൻ പറയാം. ഒന്ന്, ഇത് ഗൈറ്റൺ ഇൻഡെപ്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇൻഡെപ്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ സമയം മൊത്തം ഇത് ആയിട്ട് കളയും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഷെർവുഡ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഷെർവുഡ് ഒന്ന്. അടുത്തൊരു ഓപ്ഷനാണ് ശംഭുലിംഗം. അതൊരു ഇന്ത്യൻ ഓതറാണ്, ശംഭുലിംഗം. ശംഭുലിംഗം. അപ്പൊ ഈ ഗൈറ്റന്റെ സമ്മറിയാണ് ശംഭുലിംഗത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ അത് നോക്കിയാലും മതി. ഗൈറ്റൺ വായിച്ച് സമയം കളയരുത്, ഇൻഡെപ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മെഡിക്കൽ ഫിസിയോളജി പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതാണ് ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആണ് ശംഭുലിംഗം. നിങ്ങൾ അത് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഷെർവുഡ് യൂസ് ചെയ്യാം. ഇതൊരു ഇന്ത്യൻ ഓതർ ടെക്സ്റ്റ് ബുക്കാണ്, നല്ല ബുക്കാണ്. 3 ബുക്കുകളും നല്ല ബുക്കാണ്. ഗൈറ്റിനാണ് ഏറ്റവും നല്ലത്. പറ്റുന്നവരത് നോക്കുക, പക്ഷെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ സമയം പോകും. അടുത്താണ് ബയോ കെമിസ്ട്രി. നിങ്ങൾക്ക് സ്ട്രെയറോ അല്ലെങ്കിൽ ലെനിഞ്ചറോ യൂസ് ചെയ്യാം. 2ഉം നല്ല ബുക്കുകളാണ്. 2ലും ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് 2ലും ഉണ്ട്. ലെനിഞ്ചർ കുറച്ചുകൂടെ ആഴ്ന്ന് ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ട് സ്ട്രെയർ ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ചില ടോപ്പിക്സ് ഈ പറഞ്ഞ പോലെ ലെനിഞ്ചർ നല്ലതാണ്, അതായത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചില ടോപ്പിക്കുകൾ. ഇപ്പോൾ എൻസൈമിന്റെ ചില പോർഷൻസ് ഒക്കെ ലെനിഞ്ചർ കുറച്ചുകൂടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രെയർ ആൻഡ് ലെനിഞ്ചർ 2 ബുക്കുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ മൈക്രോബയോളജി ആണ്. മൈക്രോബയോളജി ഓഫ് കോഴ്സ് പ്രസ്കോട്ട് ആണ്. പ്രസ്കോട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബയോ കെമിസ്ട്രിക്ക് വാസുദേവൻ ശ്രീകുമാരി യൂസ് ചെയ്യുന്നവരുണ്ടാവും. PG ലെവലില് അല്ലെങ്കിൽ ഡിഗ്രി PG ലെവലില് വാസുദേവൻ ശ്രീകുമാരി സത്യനാരായണ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് നമ്മുടെ എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക്, കുറച്ചുകൂടെ ഇൻഡെപ്തുള്ള ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. നിങ്ങൾക്ക് വാസുദേവൻ ശ്രീകുമാരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. മഞ്ജുഷ ഒക്കെ ഡിഗ്രി ടെക്സ്റ്റുകളാണ്. അത് പോരാ, കുറച്ചുകൂടെ നമ്മൾ മേളിലോട്ട് കയറണം. മഞ്ജുഷ പോരാ, അല്ലെങ്കിൽ നമ്മുടെ സുവോളജിക്കൽ സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അത് നിങ്ങൾ വായിച്ചോളൂ. ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ മേളിലോട്ട് വരണം. കാരണം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നത് അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്
ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മൈക്രോബയോളജിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്കോട്ടാണ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രസ്കോട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ജുഷയ്ക്ക് ഒന്ന് വായിച്ച് ബേസ് ആക്കിയിട്ട് പ്രസ്കോട്ടിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുക. സോ നമ്മൾ ഇനിയിപ്പം സ്റ്റാറ്റീം റിസർച്ച് മെത്തഡോളജി ഒക്കെ സിമ്പിളാണ്. കോത്താരിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കും. ഞാനത് പറയുന്നില്ല, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സുവോളജി പോർഷൻസേ പറയുന്നുള്ളൂ. സ്റ്റാറ്റിയൊക്കെ കോത്താരി ടെക്സ്റ്റ് ബുക്കോ അല്ലെ സ്റ്റാറ്റിയുടെ റെഫറൻസ് ബുക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. സബ്ജക്റ്റിന് നമ്മൾ ഈ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ HSC സുവോളജിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്കൊരു സേഫ്. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് നമുക്ക് ഫുൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരാൻ കഴിവുള്ള ഒരു ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മഞ്ജുഷ യൂസ് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾ SCERT യൂസ് ചെയ്യണം, SCERT യൂസ് ചെയ്യണം, അതുപോലെ NCERT യൂസ് ചെയ്യണം. ബേസ് ബിൽഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ മഞ്ജുഷ ഉണ്ടല്ലോ, നമ്മുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക് മഞ്ജുഷ, അതുപോലെ സുവോളജിക്കൽ സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും നിങ്ങൾ ബേസ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഉയരുക. വാസുദേവ ശ്രീകുമാരി അല്ലെങ്കിൽ മറ്റേ സത്യദേവനോ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് അത്യാവശ്യം PG ലെവലാണ്, പക്ഷേ കുറച്ചുകൂടെ ഇൻഡെപ്ത്, അതായത് PGയുടെ മേളിൽ CSIRന്റെ താഴെ നിൽക്കണം. ആ ലെവലിൽ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ഇത് മാത്രം ഉപയോഗിക്കരുത്. ഇതിനെ ഫൗണ്ടേഷൻ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ മേളിലോട്ട് കയറണം. ഓക്കെ, അപ്പോൾ ഇത് സമയം പോകുന്ന പരിപാടിയാണ്. ഓഫ് കോഴ്സ് വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, നല്ല വിലയുള്ള പ്രൈസ് ഉള്ള ബുക്കുകളാണ്. ഇതെല്ലാം വായിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പിന്നെ സമയം പോകുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ, ആവശ്യമില്ലാത്തതാണ് കൂടുതൽ. അപ്പോൾ സമയം പോകും. അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നാലേ ഇത് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാക്സിമം ചുരുക്കിയിട്ട്, അതായത് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു അബ്സ്ട്രാക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആ അബ്സ്ട്രാക്റ്റ് ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ വെറുതെ കളയുന്ന പോലെയാവും. നമ്മുടെ ഐഡിയ എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്? എക്സാം ക്രാക്ക് ചെയ്യുക, എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് കയറുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഫോക്കസ് ആയിട്ടിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നാൽ സമയം പോകും, വായിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് നോളജ് ബിൽഡ് ചെയ്യണം. അതിനേക്കാളും നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് HSST സുവോളജിയാണ്. നമ്മൾ അത് കാണുക, HSST സുവോളജി നമ്മൾ മനസ്സിൽ കാണുക കേട്ടോ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് കോച്ചിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാരണം അപ്പോൾ എന്താണ്, ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യും, ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്തും അല്ലേ. നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ HSSTയുടെ സുവോളജിയുടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കിട്ടുക, കഴിഞ്ഞ HSSTയുടെ അതിന് മുമ്പത്തെ HSSTയുടെ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് മുമ്പ് കവർ ചെയ്തേ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ സമയം കൂടെ പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ഒരു വഴി. അപ്പോൾ നമ്മളും HSST സുവോളജിയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.